ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു മുട്ട പുഴുങ്ങിയത് കണ്ടാലോ? ഒരു മുട്ടയല്ല, നമുക്കൊരു 3 മുട്ട പുഴുങ്ങാം. കുറച്ച് വെള്ളം എടുത്തിട്ട് അത് ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇത് പുതുതായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതിനകത്തോട്ടേക്ക് ഞാൻ മുട്ടകളിടുവാണ്. 1 2 3. അതിനകത്തേക്ക് കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ സോൾട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ മുട്ട പൊട്ടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിവിടെ നിന്ന് നന്നായിട്ട് ബോയിലായി വേവട്ടെ കേട്ടോ. നിങ്ങൾ ഈ മുട്ടയിൽ കണ്ടോ ഒരു ഗ്രീൻ കളർ സീലടിച്ച പോലത്തെ? ഇതിൻ്റെ എഗ്ഗിൻ്റെ എക്സ്പയറി ഡേറ്റ് ആണ് അതിനകത്ത് അവർ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ മുട്ടയൊക്കെ മേടിക്കുമ്പോൾ നമുക്കതിൻ്റെ എക്സ്പയറി മുട്ടയിൽ തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് മുട്ട വാങ്ങിക്കാം. അങ്ങനെ നമ്മുടെ മുട്ട പുഴുങ്ങാൻ വെച്ച വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് വെന്ത് കാണണം. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ വേവിക്കാം. മുട്ട ഇവിടെ പുഴുങ്ങി വന്നിട്ടുണ്ട്. നല്ല ഹോട്ടാണ്. ഇനി നമുക്ക് ഈ ഹോട്ട് വാട്ടർ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഇതിനകത്ത് നല്ല തണുത്ത വെള്ളം പിടിച്ചു വയ്ക്കാം. അപ്പോൾ ഇത് പൊളിഞ്ഞ് വരാനൊക്കെ ആയിട്ട് നല്ല ഈസി ആയിരിക്കും. നമ്മളിതിനകത്ത് കുറച്ച് തണുത്ത വെള്ളം പിടിച്ചു വയ്ക്കുകയാണ്. ഈ മുട്ട പൊളിച്ചെടുക്കാൻ നല്ല ഈസിയാണെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ഇതിക്ക് മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ മുട്ട പുഴുങ്ങുന്നത് വലിയ ടാസ്കൊന്നുമല്ല. ഇതാരും ചെയ്യാത്ത കാര്യമൊന്നുമല്ല. ഇത് ചുമ്മാ ഒരു വീഡിയോ ആക്കി ചുമ്മാ ഇടാമെന്ന് വിചാരിച്ചാൽ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ഇട്ടതാട്ടോ. അല്ലാതെ ഇത് കണ്ടാരും പഠിക്കാൻ വേണ്ടിയിട്ടോ. ഇതിലും നന്നായിട്ട് മുട്ട പുഴുങ്ങുന്ന ടെക്നിക്സും ഒക്കെ വന്നിട്ടുണ്ട്. മുട്ട പുഴുങ്ങാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ലൈക്ക് മെഷീനിലൊക്കെ വെച്ച് മുട്ട പുഴുങ്ങി ഇങ്ങനെ തന്നെ വരുന്നത്, വെള്ളത്തിലിടാതെ തന്നെ മുട്ട പുഴുങ്ങാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ഇതങ്ങനെ ആർക്കും ഒരു വലിയ മുട്ട പുഴുങ്ങാൻ അറിയില്ല എന്ന് കരുതി ഇടുന്ന വീഡിയോയൊന്നുമല്ല. ഇത് എൻ്റെ ഒരു ഇഷ്ടത്തിന് എനിക്ക് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാൻ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുത്തു, എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് ചെയ്യ്. ആരൊക്കെ ഇങ്ങനെ മുട്ട പുഴുങ്ങി കഴിക്കാറുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യ്. ഓക്കേ, അപ്പോൾ മുട്ട ഇപ്പോൾ അത്യാവശ്യം തണുത്തിട്ടുണ്ട്, ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. എന്തായാലും മുട്ട പൊട്ടിയിട്ടില്ല. സോൾട്ട് ഇട്ടതുകൊണ്ടാണോ അല്ലയോ ഒന്നും അറിയത്തില്ല. മുട്ട പൊട്ടിയിട്ടൊന്നുമില്ല. നന്നായിട്ട് തന്നെ ഓരോ മുട്ട അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായി. ഇതിൽ സീലടിച്ചതൊക്കെ പോയിട്ടോ. ഓക്കെ, നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. നമുക്ക് മുട്ട എടുത്തിട്ട് ഒന്ന് പൊളിച്ച് നോക്കാം. ഇവിടെ സൈഡിൽ നിന്ന് പൊട്ടിച്ച് അടിപൊളിയായിട്ട് മുട്ട പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ അധികം ഒന്നും പൊളിഞ്ഞ് പോയിട്ടില്ല. തുടക്കം ഞാനൊന്ന് പൊട്ടിച്ചപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടിട്ടൊന്ന് ചെറുതായിട്ട് പൊളിഞ്ഞ് പോകുന്നു. അല്ലാണ്ട് ഇതൊരു കുഴപ്പം വന്നിട്ടില്ല. സോ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അടുത്ത മുട്ടയൊന്ന് പൊട്ടിച്ച് നോക്കാം. ഞാൻ ഈ സൈഡിൽ പാത്രത്തിൻ്റെ സൈഡിൽ തന്നെ 2 കൊട്ട് കൊട്ടിട്ടാണ് പൊളിക്കുന്നത്. നമ്മൾ ഹോട്ട് വാട്ടറിൽ മാറ്റിയിട്ട് കോൾഡ് വാട്ടറിലേക്ക് ഇടുമ്പോൾ ഇതുപോലെ മുട്ട പൊളിഞ്ഞ് പോകാണ്ട് അതിൻ്റെ ഷെല്ല് മാത്രമായിട്ട് നല്ല അടിപൊളിയായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതിനൊരു കുഴപ്പം വന്നിട്ടില്ല. ഇത് നമ്മൾ മുട്ട ഇതിനകത്ത് കഴുകിയെടുക്കുകയാണ്. നല്ല വാട്ടർ കേട്ടോ. ഞാനിപ്പോൾ എടുത്ത ഫ്രഷ് ടൈപ്പ് ചെയ്തെടുക്കാം. ഇവിടെ മുട്ടയൊക്കെ പൊളിച്ച് 2 പീസസ് ആക്കി അതിനകത്ത് കുറച്ച് ജീരക പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ എടുത്ത് നമുക്ക് കഴിക്കാം. അടിപൊളി ടേസ്റ്റ്. അത്യാവശ്യം നമ്മൾ ഹാർഡ് ബോയിലാണ് ചെയ്തത്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എനിക്ക് മുട്ട പുഴുങ്ങുമ്പോൾ നന്നായിട്ട് ഹാർഡ് ബോയിലായിട്ടുള്ള മുട്ട കഴിക്കാനാണ് ഇഷ്ടം. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.